നല്ല വിശപ്പുണ്ടല്ലേ, ഇന്ന് പതുക്കെ തിന്നി. 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് നട്ടലൊട്ടി പിടിച്ച്. നിനക്കിത് എന്തിന്റെ വിഷമം വരികടാ? ഈ രാഹുലിന്റെ കേസൊക്കെ ഏറ്റുപിടിക്കാൻ ആ രാഹുൽ നിനക്ക് കാശുകൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പിന്നെ പാർട്ടിക്കാരാണെന്ന് വിചാരിക്കാം അവനെ ന്യായീകരിക്കാൻ വേണ്ടി. കാശ് യൂട്യൂബ് തരും, പക്ഷെ നിരാഹാര സമരം ഏറ്റില്ല. എടാ പൊട്ട, നീ എന്താ ഓർത്തത്? നിരാഹാരം കിടക്കുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് വിടാനായിട്ട് ബ്രിട്ടീഷുകാരെ ഭരിക്കണ പിണറായി വിജയനാ ഭരിക്കണത്. സബ് ജയിലിന്റെ മൂലക്ക് നിന്നെ കുഴിയെടുത്ത് മൂടേണ്ടി വന്നാലും സമരം ചെയ്ത് പിണറായി വിജയനെ തോപ്പിക്കാൻ പറ്റുമെന്ന് നീ മനസ്സിൽ പോലും ചിന്തിക്കണ്ട. ഒട്ടും കണ്ണിച്ചോല്ലാത്തവൻ. ശരിയാ, വളരെ ശരിയാ. നീ അതിജീവിതനെ പറ്റി ഇനി പറയില്ലാന്നും പറഞ്ഞ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തോളാന്നും എഴുതി കൊടുത്തു കേട്ടല്ല, ശരിയാണോ? 3 തവണ ജാമ്യം തള്ളി, വേറെ നിവൃത്തിയില്ല. പട്ടിണി കിടന്ന് ചാകാറായി. പുറത്ത് വന്ന് 2 അപരാധ വീഡിയോ ചെയ്താലല്ലേ എനിക്ക് കാശിട്ടോളൂ. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു പരിപാടിക്കില്ല, അതിജീവിതനെ പറ്റി ഇനി മിണ്ടൂല. ഇനി എന്തിനെ പറ്റി പറയൂ, എന്തപരാധം പറയുമെന്ന് അറിയാൻ പാടാത്തത് കണ്ടുപിടിക്കണം. അല്ല, അങ്ങനെ ജാമ്യം കിട്ടിയ എനിക്ക് എങ്ങനെ ജാമ്യം കിട്ടാനാണ്? നീ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയിട്ടില്ല. ഞാൻ ഈ പൊളിച്ചിരുന്ന് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുന്ന FB. മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ല. ഇത് പുരുഷന്മാരോടുള്ള അനീതിയല്ലേ? എന്നാ പിന്നെ ഞാൻ അതിനെപ്പറ്റി പറയാം. എന്റെ പൊന്ന് രാഹുലെ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇലക്ഷനാണ് വന്നത്, അത് കഴിയണവരെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കും. സീറ്റിന് വേണ്ടിയിട്ടാണ് മറുകണ്ട ചാടിയത്. അതിപ്പോ കല്ലത്താവൂല നീ കാരണം. അപ്പൊ ഇനി വേറെ പറയാല്ലേ, പുതിയതായിട്ട് സിബൂരി കടിച്ച കേസ് വല്ലതും ഉണ്ടോ? ന്യായീകരിക്കാം.